ഇന്ന് മാർക്കറ്റിൽ സാംസങ് ഏറ്റവും കൂടുതൽ വിറ്റുകൊണ്ടിരിക്കുന്ന സാംസങ്ങിൻ്റെ ഒരു ബജറ്റ് ഫോണാണ് 2021 പുറത്തിറങ്ങിയിട്ടുള്ള സാംസങ് ഗാലക്സി A12 എന്ന ഫോൺ. ആ ഒരു ഫോണിൻ്റെ പുതിയൊരു വെർഷനായിട്ടുള്ള ഗാലക്സിൻ്റെ 2022 സാംസങ് പുറത്തിറക്കിയിട്ടുള്ള ഏറ്റവും പുതിയ മോഡൽ ബജറ്റ് ഫോണാണ് ഗാലക്സി A13 എന്ന ഈ ഒരു ഫോൺ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മളിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഗാലക്സിൻ്റെ A13 എന്ന ഈ ഒരു ഫോണാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാൽ മാത്രമാണ് നമ്മൾ തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഖാദർ വെള്ളേരി. വെൽക്കം ടു ടെക് സൊല്യൂഷൻസ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് ഗാലക്സിൻ്റെ A13 എന്ന ഈ ഒരു ഫോൺ അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യം തന്നെ ഈ സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് A35F എന്ന മോഡൽ നമ്പറാണ്. അതിൻ്റെ പോലെ തന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഫോൺ GCC സ്റ്റോക്കാണ്. കൂടാതെ ഈ ഒരു സൈഡിലായിട്ട് ഗാലക്സി A13 എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് കൂടുതൽ നീട്ടിപ്പരത്തി പറയാതെ ഫോൺ എത്രയും പെട്ടെന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. സുഹൃത്തുക്കളെ, നമ്മൾ അൺബോക്സ് ചെയ്തപ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് വെൽക്കം പാക്കാണ്. വെൽക്കം പാക്കിനകത്ത് നമുക്ക് പൗച്ചൊന്നും ലഭിച്ചിട്ടില്ല. അടുത്തതായിട്ട് നമ്മൾ ബോക്സിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ബോക്സിനകത്ത് നമുക്ക് ഫോൺ കാണാൻ പറ്റിയിട്ടുണ്ട്. ഫോണിന് ശേഷം നമുക്ക് ഈ ഒരു ഡാറ്റ കേബിൾ കാണാൻ പറ്റിയിട്ടുണ്ട്. ഡാറ്റ കേബിൾ ഏതാണ് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ടൈപ്പ് സി ഡാറ്റ കേബിൾ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതിനുശേഷം 15 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബോക്സിനകത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു സിം കാർഡ് റിമൂവ് ചെയ്യാനുള്ള ഒരു എജക്ടർ കാണാൻ പറ്റിയിട്ടുണ്ട്. ഹെഡ്ഫോൺ ഈ ഒരു ബോക്സിൽ ലഭിച്ചിട്ടില്ല. ഇത് GCC സ്റ്റോക്കായിട്ട് പോലും ഈ ഒരു ഫോണിൽ നമുക്ക് ഹെഡ്ഫോൺ ലഭിച്ചിട്ടില്ല. അടുത്തതായിട്ട് നമ്മൾ ഫോണിലേക്ക് തിരിച്ചു തരാം. സുഹൃത്തുക്കളെ, നമ്മൾ ഈ ഒരു ഫോൺ കയ്യിലെടുത്താണ്ട് ആദ്യം തന്നെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒറ്റനോട്ടത്തിൽ ഗാലക്സി A32ൻ്റെ അതൊരു ഡിസൈനിങ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു ഫോൺ നമ്മൾ ഒറ്റനോട്ടത്തിൽ ഏതൊരാൾ പരിശോധിച്ച് നോക്കിയാലും ഗാലക്സി A32 ആണെന്ന് തെറ്റിദ്ധരിക്കാം. ഈ ഒരു സൈഡ് ഭാഗം പരിശോധിച്ച് നോക്കുമ്പോൾ മാത്രം ചെറിയൊരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഗാലക്സി A23ൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗാലക്സി A52ൻ്റെ അതൊരു ഡിസൈനിങ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ പൂർണ്ണമായിട്ടും ഗാലക്സി A32ൻ്റെ അതേ ഒരു ഡിസൈനിങ് ആണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. ഇതിൻ്റെ ബാക്ക് ഭാഗത്തെ ക്യാമറ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ മെയിൻ ക്യാമറ വരുന്നത് 50 മെഗാ പിക്സലും, അൾട്രാ വൈഡ് വരുന്നത് 5 മെഗാ പിക്സലും, മാക്രോ ലെൻസ് വരുന്നത് 2 മെഗാ പിക്സലും, ഡെപ്ത് സെൻസർ വരുന്നത് 2 മെഗാ പിക്സലുമാണ്. കൂടാതെ ഒരു LED ഫ്ലാഷ് നമുക്ക് ഈ ഒരു കൂട്ടത്തിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. താഴെ ഭാഗത്തായിട്ട് സാംസങ്ങിൻ്റെ ലോഗോയും കാണാൻ പറ്റുന്നുണ്ട്. ബാക്ക് ബോഡി വരുന്നത് പ്ലാസ്റ്റിക് ബോഡിയാണ്. 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഫോണിൻ്റെ സിം കാർഡ് ട്രേ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മുകൾ ഭാഗത്തായിട്ട് ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്കും കാണാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു വലതു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റോട് കൂടിയിട്ടുള്ള പവർ ബട്ടൺ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടണും നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. അടിവശം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ 3.5 mm ഒരു ഹെഡ്ഫോൺ ജാക്ക് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ടൈപ്പ് സി ഇൻപുട്ടും ഒരു മൈക്രോഫോണും ഒരു സ്പീക്കർ ഗ്രില്ലും നമുക്ക് ഈ ഒരു ഫോണിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഫോൺ ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഗാലക്സിൻ്റെ A13 4G എന്ന ഈ ഒരു ഫോൺ ഇവിടെ ഓപ്പൺ ആക്കി കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വിവരങ്ങളാണ് ഞങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ ഒരു ഫോണിൻ്റെ ലുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഗാലക്സി A13 4G എന്ന ഫോണിൻ്റെ അതേ ലുക്കിലാണ് ഈ ഒരു ഫോൺ വന്നിട്ടുള്ളത്. സൈഡ് ഭാഗം മാത്രമാണ് ചെറിയൊരു വ്യത്യാസം നമുക്ക് തോന്നുന്നത്. ഉരുണ്ട ഒരു ടൈപ്പിലായിട്ടാണ് ഈ ഒരു സൈഡ് ബോഡി നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ A13 അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ കയ്യിൽ പിടിച്ച് ഉപയോഗിക്കാൻ വളരെ ഈസി തന്നെയായിരിക്കും. പിന്നെ ഈ ഒരു ഫോൺ പറഞ്ഞാൽ A13 ചെറിയൊരു വ്യത്യാസമുണ്ട്. A13 ആയിട്ട് താരതമ്യം ചെയ്യാൻ കാരണം അതിൻ്റെ ഡിസൈനിങ് ആട്ടോ. അപ്പോൾ ഈ ഒരു ഫോൺ A13 നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഒരു തിക്നെസ് കുറഞ്ഞതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. 8.8 mm ആണ് ഈ ഒരു ഫോണിൻ്റെ തിക്നെസ് വരുന്നത്. 8.8 mm ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി വരുന്നത് 5000 mAh ബാറ്ററിയാണ്. 5000 mAh ബാറ്ററിക്ക് ഇതിൽ ചാർജ് ചെയ്യാൻ ആയിട്ട് ലഭിച്ചിട്ടുള്ളത് 15 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ. 15 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് ഈ ഒരു ഫോണിന് മാക്സിമം സപ്പോർട്ട് ചെയ്യാവുന്ന ഫാസ്റ്റ് ചാർജർ. അടുത്തതായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിംഗർ പ്രിൻറ്റ്, ഫേസ് ലോക്ക് എന്നീ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു ഫോണിൽ സെറ്റ് ചെയ്ത് നോക്കി. വളരെ സെറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഫേസ് ലോക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ഫിംഗർ പ്രിൻറ്റിന് കുറച്ചൊക്കെ ഡിലേ നമുക്ക് ഈ ഒരു ഫോണിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ സെക്ഷൻ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫോണിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് Gorilla 5ൻ്റെ പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള TFT ഡിസ്പ്ലേ ആണ്. 6.5 ഇഞ്ച് ഫുൾ HD ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ വന്നിട്ടുള്ളത്. യൂട്യൂബ് വീഡിയോ നമ്മൾ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ 1080p വരെ വരുന്ന വീഡിയോ നമുക്ക് ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഒരു ഫോണിൻ്റെ റീഫ്രഷ് റേറ്റ് പരിശോധിച്ച് നോക്കുമ്പോൾ 60 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ആണ് നമുക്ക് ഈ ഒരു ഫോണിൽ കാണാൻ പറ്റിയിട്ടുള്ളത്. ഈ ഒരു ഫോണിൻ്റെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ Android 12 ബേസ്ഡ് സാംസങ്ങിൻ്റെ 1 UI 4.1 ആണ് ഈ ഒരു ഫോണിൽ പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു ഫോണിൻ്റെ ആപ്ലിക്കേഷൻ സെക്ഷൻ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ടിക്ടോക്ക് പോലുള്ള 1-2 ആപ്ലിക്കേഷനുകളൊക്കെ ഈ ഒരു ഫോണിൽ പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്.
ഈ ആപ്ലിക്കേഷനൊക്കെ നമുക്ക് അനായാസം അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള സൗകര്യവും ഈ ഒരു ഫോണിൽ കമ്പനി. അതിനുശേഷം ഞാൻ ഈ ഒരു ഫോണിൽ NFC കോൾ റെക്കോർഡിംഗ് എന്നീ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫോണിൽ NFC എന്ന ഫീച്ചർ ഉൾപ്പെട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ ഒരു ഫോൺ GCC യൂണിറ്റ് ആയതുകൊണ്ടായിരിക്കാം ഈ ഒരു ഫോണിൽ കോൾ റെക്കോർഡിംഗും നമുക്ക് വെച്ചിട്ടില്ല. പിന്നെ സ്ക്രീൻ റെക്കോർഡിങ്ങിൻ്റെ കാര്യം ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫോണിൽ സ്ക്രീൻ റെക്കോർഡിംഗ് പ്രിൻസ്റ്റാൾ ആയിട്ട് വന്നതായിട്ടും കാണാൻ പറ്റിയിട്ടില്ല. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ഫോണിൻ്റെ പ്രൊസസ്സറിൻ്റെ ഭാഗം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫോണിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് Exynos 850 എന്ന പ്രൊസസ്സറാണ് നമുക്ക് ഈ ഒരു ഫോണിൽ കാണാൻ പറ്റിയിട്ടുള്ളത്. GPU ആയിട്ട് വന്നിട്ടുള്ളത് Mali G52 ആണ്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ പാനലൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. എന്തൊക്കെ ആപ്ലിക്കേഷനുകൾ, എന്തൊക്കെ ഷോർട്ട് കട്ടുകൾ ഈ ഒരു ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ ഒരു ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ സെക്ഷൻ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫോണിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് ഹോട്ട്സ്പോട്ട്, ക്വിക്ക് ഷെയർ, നിയർ ബൈ ഷെയർ, ഐ കംഫർട്ട്, QR കോഡ് സ്കാനർ, ഡാർക്ക് മോഡ്, ഫോക്കസ് മോഡ് എന്നീ ഫീച്ചറുകളാണ്. ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാമറയിലുള്ള ഫീച്ചറുകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ ഒരു ഫോണിൻ്റെ ക്യാമറ സെക്ഷൻ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് പോർട്രേറ്റ്, ക്യാമറ, വീഡിയോ, മോർ സെക്ഷനിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് പ്രോ ഇമേജ്, പനോരമ, ഫുഡ്, മാക്രോ എന്നീ ഫീച്ചറുകളൊക്കെയാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൽ എടുത്തിട്ടുള്ള വീഡിയോ ഒന്ന് സ്ക്രീനിൽ കാണാം. സുഹൃത്തുക്കളെ, സാംസങ് ഗാലക്സി A13 എന്ന ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 8 മെഗാ പിക്സലാണ് ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത്. എങ്ങനെയുണ്ട് ഈ ഒരു ഫോണിൻ്റെ ക്ലാരിറ്റി എന്നുള്ളതൊക്കെ നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കുക. സുഹൃത്തുക്കളെ, ഗാലക്സി A13 എന്ന ഫോണിൻ്റെ ബാക്ക് ക്യാമറയിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 1x കൊടുത്തിട്ടുണ്ട്, 2x കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ 2x ആണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് 1x. പിന്നെ അതിൽ നമ്മൾ സൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് ഇത്ര സൂമിംഗ് ആണ് കിട്ടുന്നത്. ഓക്കെ, 50 മെഗാ പിക്സലിൻ്റെ ബാക്ക് ക്യാമറയാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ വിലയുടെ കാര്യം മാത്രമാണ് പറയാനുള്ളത്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് ഒമാൻ റിയാലിൽ ഏകദേശം ഇന്നത്തെ പ്രൈസ് വരുന്നത്, അതായത് ഇപ്പോൾ ഈ ലോഞ്ചിങ്ങിൻ്റെ ഈ ഒരു ട്രെൻഡിൽ നിൽക്കുന്ന സമയത്ത് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് 64 GB വരുന്നത് 73 റിയാലാണ്. ഏകദേശം പ്രൈസാണ് 73 റിയാൽ വരുന്നത്. 73 റിയാൽ നമ്മൾ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്ത് പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 14,000 രൂപ വരെ ഈ ഒരു ഫോൺ വരും. അപ്പോൾ 14,000 രൂപയ്ക്ക് ഈ ഒരു ഫോൺ ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് നിലവിലുള്ള ഫോണിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫോണിന് പ്രൈസ് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെട്ടേക്കാം. പക്ഷേ 1-2 വരുന്ന ആളുകളിലൊക്കെ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് നമ്മൾ കുറയും എന്ന് പ്രതീക്ഷിക്കാം. ഒരു സാധാരണക്കാരൻ്റെ ഫോണായിട്ട് തന്നെ ഈ ഒരു ഫോൺ തിരിച്ചും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഏതായാലും ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.